15,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഒരു മികച്ച സ്മാർട്ട് ഫോൺ ആയിരുന്നു ഇൻഫിനിക്സ് നോട്ട് 50s. ഈ ഒരു ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ആ വീഡിയോ തന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, ഇതിനകത്ത് സിം കാർഡ് ഇട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഒരു കൂടുതൽ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വേണോ, ഒരു റിവ്യൂ നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേർ വേണമെന്ന് കമന്റ് ചെയ്തുകൊണ്ടാണ് അതിനുശേഷം കുറച്ച് ദിവസം ഈ ഫോണിനകത്ത് സിം കാർഡ് ഇട്ട് ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു ഈ ഒരു ഫോണിന്റെ ഈ ഒരു യൂസ്ഡ് റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഒരുപാട് ഫോണുകൾ ഇവിടെ വരാറുണ്ട്. അതിൽ നിന്ന് ഞാൻ പലപ്പോഴും എൻ്റെ പേഴ്സണലി സിം കാർഡ് ഇട്ട് ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് കുറച്ചൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ ആയിരിക്കും. ഒന്നുകിൽ സാംസങ്, അല്ലെങ്കിൽ ഐഫോൺ, അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ ഫോൺ, അങ്ങനെയാണ്. അടുത്തിടെ പോവാന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഫോണിലേക്ക് സിം കാർഡ് ഇട്ട് ഇതുപോലെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വീർപ്പുമുട്ടലായിരുന്നു. എത്രയും പെട്ടെന്ന് അതിനകത്ത് സിം കാർഡ് ഊരി മാറ്റിയാൽ മതി എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിന്റെ ഒരു യൂസർ ഇന്റർഫേസിന്റെ ഒരു പ്രശ്നമായിരുന്നു. ഈ ഒരു ഫോണും ഞാൻ അത്തരത്തിൽ പേടിച്ചുകൊണ്ടാണ് ആക്ച്വലി സിം കാർഡ് ഈ ഒരു ഫോണിനകത്തേക്ക് ഇട്ടത്. പക്ഷേ ഈ ഒരു ഫോൺ സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് മറ്റ് ഫോണുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് ഇതിലേക്ക് വന്നിട്ടും ആ ഒരു വ്യത്യാസമൊന്നും എനിക്ക് അങ്ങനെ ഒരു വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് തന്നെ വീർപ്പ് മുട്ടിച്ചില്ല ഈ ഒരു ഫോൺ എന്നുള്ളതാണ് സത്യം. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഫോണിന്റെ യാതൊരു സ്പെസിഫിക്കേഷനും ഈ ഒരു വീഡിയോയിൽ പറയില്ല. കാരണം അതെല്ലാം ആൾറെഡി പറഞ്ഞ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്താണ്. കണ്ടിട്ടില്ലാത്തവർ അത് കാണാം. സ്പെസിഫിക്കേഷൻ അറിയണമെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു യൂസ്ഡ് റിവ്യൂ തന്നെയാണ് നൽകുന്നത്. ഈ ഒരു ഫോണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിന്റെ അല്ലെങ്കിൽ ഒരു 25,000 മിനിമം രൂപ വിലയുള്ള ഒരു ഫോണിന്റെ ലുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതിന്റെ പ്രൈസ് 15,000 രൂപയാണെന്ന് ആരും പറയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം. ഇതിന്റെ ബാക്കിൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഉപയോഗിച്ച ഈ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും ഫോണുകളെല്ലാം വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും സ്ക്രാച്ച് ഒന്നും വീണില്ല. പക്ഷേ എങ്കിലും ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ഇതിന്റെ ഒരു കേസ് കൂടി ഇട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ സൗണ്ടുകൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇതിന്റെ റിംഗ് ടോൺ, അതുപോലെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ടോണുകൾ, ഇതെല്ലാം നല്ല രസമുണ്ട്. നോട്ടിഫിക്കേഷൻ ടോൺ കേട്ടാൽ തന്നെ ആരോ വിളിക്കുകയാണെന്ന് നമുക്ക് അബദ്ധവശാൽ തോന്നും. അതുപോലെ ഈ ഒരു ഫോൺ ബൂട്ടപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ബൂട്ട് ലോഗോയിൽ കേൾക്കുന്ന ആ ഒരു ടോൺ ആയാലും ഒക്കെ നല്ല രസമുണ്ട് മൊത്തത്തിൽ. അതുപോലെ ഈ ഒരു ബാക്ക് സൈഡിൽ അധികം ഫിംഗർ പ്രിന്റ് ഒന്നും പതിയത്തില്ല. ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് ഇതിന്റെ ബാക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗ്ലോസി ഏരിയ ഉണ്ടല്ലോ, ഈ ക്യാമറ മൊഡ്യൂളിന് ചുറ്റും, അവിടെ നല്ല രീതിയിൽ നമ്മുടെ ഫിംഗർ സ്മഡ്ജസ് ഇതുപോലെ പതിയാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഫോണിന്റെ സിം സ്ലോട്ട് എന്ന് പറയുന്നത് ഡ്യുവൽ നാനോ സിം കാർഡാണ്. അതായത് ഇതിനകത്ത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്കും ഇല്ല. അവിടെയും ഇൻഫിനിക്സ് ആ രണ്ട് കാര്യത്തിലും ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെയാണ് അനുകരിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് നമുക്കറിയാം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ അല്ലെങ്കിൽ ഒരു 30,000 രൂപയിൽ മുകളിലോട്ട് വരുന്ന ഫോണുകളിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്നിലും ഈ പറഞ്ഞ പോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ 3.5mm ഓഡിയോ ജാക്കോ നൽകാറില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫോണിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഒരു ഡിസ്പ്ലേ വിഭാഗമാണ്. അതായത് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ ഫോണുകളിൽ കർവ്ഡ് ഡിസ്പ്ലേ വരാറില്ല. AMOLED ഉണ്ട്, കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതൊന്നും സാധാരണ ഈ പറഞ്ഞ പോലെ ഈ പ്രൈസ് പോയിന്റ് കാണാറില്ല. AMOLED ഡിസ്പ്ലേ വരാറുണ്ട്, പക്ഷേ ഫ്ലാറ്റ് ഡിസ്പ്ലേ മാത്രമായിരിക്കും പലപ്പോഴും ഈ പ്രൈസ് റേഞ്ചിൽ വരാറുള്ളത്. ചിലർക്കൊക്കെ കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമില്ലാത്തവരുണ്ട്. എനിക്ക് പേഴ്സണലി കർവ്ഡ് ഡിസ്പ്ലേ കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഞാൻ അധികം ഗെയിമൊന്നും കളിക്കുന്നില്ല, നേരെ മറിച്ച് മൾട്ടിമീഡിയ ഉപഭോഗമാണ് സാധാരണ ഫോണിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കിട്ടും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണെങ്കിലും നമ്മൾ ഈ കൈ രണ്ട് വശവും ഈ കർവിലേക്ക് ഇതുപോലെ കയറ്റി ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ പോലും ഡിസ്പ്ലേ മൂവ്മെന്റിനൊന്നും യാതൊരു പ്രശ്നമില്ല, ടച്ചിനൊന്നും വിഷയങ്ങളൊന്നും വരുന്നില്ല. കണ്ടില്ലേ, നല്ല കൃത്യമായിട്ട് ആ ഒരു ഭാഗം നല്ല രീതിയിൽ ടച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചില കർവ്ഡ് ഫോണുകളുടെയൊക്കെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മുടെ കൈയൊക്കെ ഇതുപോലെ കയറ്റി ആ ഒരു ടച്ചിലേക്ക് തട്ടുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഈ ഒരു ഫോണിനകത്ത് ഇല്ല. മുകളിലും താഴെയുള്ള ബസ്സിലൊക്കെ വളരെ തിന്നാണ്. അതുപോലെ ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറയുടെ സൈസും ഒക്കെ ആവറേജ് സൈസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഡിസ്പ്ലേ വിഭാഗം ടോപ്പാണ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിലുള്ള ഫോണുകളിൽ ഡിസ്പ്ലേ ചിലപ്പോൾ ഇച്ചിരി കളർ കൂടി ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ അധികം ഫോണുകളിൽ കിട്ടാത്ത തരത്തിലുള്ള അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് മാക്സിമം ബ്രൈറ്റ്നസ് വെച്ചിരിക്കുകയാണ്. പുറത്ത് നല്ല സൺലൈറ്റിലാണ് നിൽക്കുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, നല്ല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ തരക്കേടില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് യൂട്യൂബിനകത്ത് നമുക്ക് HDR സപ്പോർട്ട് ഉണ്ട്. യൂട്യൂബ് വീഡിയോകൾ HDR സപ്പോർട്ടിൽ കാണാൻ സാധിക്കും. HDR സപ്പോർട്ടുള്ള വീഡിയോകളാണെങ്കിൽ ഓർക്കുക, അടുത്തിടെ നമ്മൾ റിവ്യൂ ചെയ്ത മോട്ടറോളയുടെ 23,000 പ്രൈസ് റേഞ്ചിലുള്ള മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസിൽ പോലും യൂട്യൂബിൽ HDR സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ പ്രൈസ് പോയിന്റിൽ HDR സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മികച്ച ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങ് ഓഫ് ആവും. സാധാരണ ചില ഫോണുകളിലെങ്കിൽ നമുക്ക് ടൈമൊക്കെ കൊടുത്ത് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ അങ്ങനെ സാധ്യമല്ല. കുറച്ച് നേരത്തേക്ക് മാത്രം നിൽക്കുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഒരു പക്ഷേ ബാറ്ററി കൺസംഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അത്തരത്തിലൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ
ഒരുപാട് താഴെയാണ്. അത് ഭയങ്കര ഫാസ്റ്റ് അല്ല ഉണ്ടല്ലേ. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെ ആണെങ്കിലും ഒരു റീഡിങ്ങിന് ഒരു കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഫോട്ടോകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തു നോക്കി. ഇതിനകത്ത് എടുത്തു പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ ക്യാമറയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ആവറേജ് ക്യാമറ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഒരു ഭയങ്കര ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറയോ അല്ലെങ്കിൽ ഒരുപാട് മോശമെന്നോ നമുക്ക് ഈ ഫോണിന്റെ ക്യാമറയെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ചില ഫോട്ടോകൾ അടിപൊളിയാണ്, ചിലത് അത്ര ബെറ്റർ ആയിട്ട് വരുന്നുമില്ല. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ബോക്കെ ഇത്തരം ഫോട്ടോകൾക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫോണിൽ എടുത്തൊരു ഫോട്ടോയാണ്, നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ബോക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോർട്രേറ്റ് മോഡിൽ, ഇത് നോർമൽ മോഡിൽ ഇട്ട ഫോട്ടോ ആണ്, ഇത് എന്നാൽ പോർട്രേറ്റ് മോഡിൽ എടുത്ത ഫോട്ടോ ആണ്. പോർട്രേറ്റ് മോഡിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ബോക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് ക്യാമറ വീഡിയോയും തരക്കേടില്ലാത്തതാണ്. എന്നാൽ സെൽഫി ഫോട്ടോയിലേക്ക് വരുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ സെൽഫി കൊള്ളാം, അല്ലെങ്കിൽ ലൈറ്റ് ഇത്തിരി ഒന്ന് കുറയുമ്പോൾ തന്നെ സെൽഫി ഫോട്ടോകൾ മോശമായി തോന്നുന്നുണ്ട്. ലൈറ്റ് കുറവാണെങ്കിൽ അത്ര ബെറ്റർ അല്ല. എന്നിരുന്നാലും ബാക്ക് ക്യാമറ ഒരു രക്ഷയില്ല, നല്ല ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. പറഞ്ഞ പോലെ അധികം ഓവർ സാച്ചുറേറ്റഡ് ഒന്നുമല്ല. എനിക്ക് ഇതിനകത്ത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് ഇത്. ഗൂഗിൾ പിക്സൽ 9a ഒരു ഫോട്ടോ ഞാൻ എടുത്തത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബോക്കെ കണ്ടില്ലേ, വളരെ നന്നായിട്ട് ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണുകളിലേതും പോലെ നമ്മൾ ഫോട്ടോകൾ എടുക്കുമ്പോൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ നൽകുന്നത്. അതിൻ്റെ ഒരു ഡിലേ പ്രോസസ്സിങ്ങിന് എടുക്കുന്നുണ്ടെങ്കിലും നല്ല ഫോട്ടോകൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നന്നായി നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഒന്നും കൊടുക്കാറില്ല. ഈ ഫോണിനകത്ത് ബാക്കിലും ഫ്രണ്ടിലും എല്ലാം 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറ്റമായിട്ട് ക്യാമറയിൽ ഒരു കുറ്റം കണ്ടെത്തണമെങ്കിൽ കണ്ടെത്താവുന്നത് ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ വൈഡ് ആംഗിൾ ക്യാമറ ഒരു ഫോണും അധികം നൽകാറില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു ഷട്ടർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ വളരെ തുടരെ ഇതുപോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പം ക്ലിക്ക് ആവുന്നത് ചിലപ്പോൾ ഒരു 3-4 എണ്ണം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്ര ചെറിയൊരു ഷട്ടർ ലാഗ് ആ ഒരു തരത്തിൽ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും വേഗത്തിലൊന്നും ആരും ഫോട്ടോ എടുക്കില്ല എന്ന് വേണം കരുതാൻ. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വലുതായിട്ടുള്ള ഗെയിം ഒന്നും ഈ ഒരു ഫോണിനകത്ത് കളിച്ചിട്ടില്ല. വലുതായിട്ട് നല്ല ഗെയിം ഒന്നും ഞാൻ കളിച്ചിട്ടേ ഇല്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്ത് എനിക്ക് വലിയ വിഷയങ്ങളൊന്നും തോന്നിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഇതിനകത്ത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിന്റെ ബാറ്ററിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ സെറ്റിംഗ്സിലേക്ക് കയറി ഇവിടെ ബാറ്ററി ആൻഡ് പവർ സേവിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഇവിടെ ബാറ്ററി യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ തുടക്കത്തിൽ ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു അല്പ ടൈം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഈ ഒരു സ്ക്രീനിലാണ് ഞാൻ ഇത് ഫേസ് ചെയ്തത്. കാരണം ഇത്രയും കാര്യങ്ങൾ, അതായത് ഇതിന്റെ ബാറ്ററി യൂസേജും കാര്യങ്ങളൊക്കെ വരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ഒരു ഡിലേ വരുന്നുണ്ട്. സാധാരണ മറ്റു ഫോണുകളൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇതിന്റെ ഒരു സെറ്റിംഗ്സിൽ ഇനി അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അല്ലെന്നാണ് തോന്നുന്നത്. കാരണം അതുപോലെ നമ്മൾ സെറ്റിംഗ്സിനകത്തൊക്കെ ചില കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങോട്ട് കിട്ടാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ഒരു ഡിലേ ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ വളരെ ചുരുക്കം ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിലേ മാത്രം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടത്. നമ്മൾ ഈ ഫോണിന് കൊടുക്കുന്ന വില എത്രയാണെന്ന് അറിയാമല്ലോ അല്ലേ, 15,000 പ്രൈസ് റേഞ്ചാണ്. ആ പ്രൈസ് റേഞ്ചിൽ എല്ലാം നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ ഒരു ഫോണിന്റെ ഒരു AnTuTu സ്കോർ ഇതുപോലെ ഇവിടെ ടെസ്റ്റ് ചെയ്തിരുന്നു. ഏകദേശം 6,25,764 എന്ന് പറയുന്ന സ്കോറാണ് ഈ ഒരു ഫോൺ സമ്മാനിച്ചത്. അത് ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച AnTuTu സ്കോർ തന്നെയാണ്, ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. മാത്രമല്ല ഞാനിത് ഉപയോഗിച്ചപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. ചെറുതായിട്ട് പോലും ഒന്ന് വാം ആവുന്ന പോലും ഇല്ല. എടുത്തു പറയേണ്ട കാര്യം, ഇതിനകത്ത് റാം എന്ന് പറയുന്നത് LPDDR5X റാം ആണ്. ഇന്ന് വരുന്ന ഒരു 25,000 പല ഫോണുകളിൽ പോലും, ഉദാഹരണത്തിന് നത്തിങ്ങിന്റെ കുറെ ഫോണുകൾ ആ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ LPDDR4X റാം ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ LPDDR5X റാം ഈ പ്രൈസ് പോയിന്റിൽ കൊടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു ഡിവൈസിൽ നമ്മളുടെ ഗ്രാഫിക്സ് സെറ്റിംഗ് വന്ന് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം, അതായത് നമുക്കൊരു 60 FPS ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം റേറ്റിൽ BGMI എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളത് അല്ലാതെ അതിഗംഭീരമായിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഈ ഡിവൈസിൽ നിന്ന് പ്രതീക്ഷിക്കാനുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ഡിവൈസ് ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിലേക്ക് പറഞ്ഞാൽ, സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറാണ്, JBL ട്യൂൺഡ് സൗണ്ട് ഒക്കെ ആണെന്ന് പറയുന്നെങ്കിലും ഒരു ഭയങ്കര വാവ് സൗണ്ട് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഓക്കെ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയേ ഉള്ളൂ. എനിക്ക് അത്രയും ഈ പറഞ്ഞ പോലെ ഒരു പ്രീമിയം ഫോണുകൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഒന്നും നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് അറിയാമെങ്കിലും ആ ഫോണുകളിൽ നിന്ന് ഇതിലേക്ക് വന്നുകൊണ്ടായിരിക്കാം ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല നമ്മൾ ഇത്തിരി വോളിയം കൂട്ടുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു വൈബ്രേഷൻ സ്പീക്കറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇൻഫിനിക്സ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം. അവരുടെ ഡയലറിൽ ഇത്തരത്തിൽ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ ഉണ്ട് എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ തലക്കൽ വിളിച്ചു പറയാതെയാണ് കോൾ റെക്കോർഡിംഗ് നടക്കുന്നത് എന്നുള്ളത് വലിയ കാര്യം.
കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന കോളുകളൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അത്തരം ഒരു സംവിധാനം സഹായിക്കും. സാധാരണ സാംസങ് ഫോണിലും ഐക്യുവിന്റെ സ്വന്തം ഡയലറിലും ഒക്കെയാണ് ഇത്തരത്തിൽ കോൾ റെക്കോർഡിംഗ് കിട്ടുന്നത്. ഈ ഒരു ഫോണിനകത്ത് അത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ, രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഫോൺ ഞാൻ അടുത്ത് മാറ്റി വെക്കുന്നു. ആ സമയത്ത് നിന്ന് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഈ ഒരു രാത്രി കാലത്ത് എത്ര ശതമാനം വെറുതെ ഇഡിൽ ആയിട്ടിരിക്കുമ്പോൾ ഡ്രെയിൻ ആയെന്ന് ചെക്ക് ചെയ്തപ്പോൾ വെറും 5% മാത്രമേ അത്തരത്തിൽ ഡ്രെയിൻ ആയി പോകുന്നുള്ളൂ രാത്രി കാലത്ത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത്. ചില ഫോണുകൾ അതിൽ കൂടുതൽ ഡ്രെയിൻ ആകാറുണ്ട്. അതുപോലെ എന്നെ ഞെട്ടിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ഫോണിന്റെ ബാറ്ററി ലൈഫ് നോക്കിയേ, പ്രൂഫോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ 8 മണിക്കൂറും 49 മിനിറ്റും എൻ്റെ സ്ക്രീൻ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ഫോണിന്റെ ബാറ്ററി ഫുൾ ആയിട്ട് ഡൗൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ക്രീൻ ഓൺ ടൈം കിട്ടി. സാധാരണ 7 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം ഒരു 5000 mAh ഫോണിൽ ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇവിടെ 5000 അല്ല, 1500 mAh ആണ്. എന്തായാലും 8 മണിക്കൂറും 49 മിനിറ്റും സ്ക്രീൻ ഓൺ ടൈം തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾ ഇത്രയധികം ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇതിൽ നിന്നും വലിയൊരു ബാറ്ററി ലൈഫ് ലഭിക്കും. നോക്കി, ഇവിടെ 3 ദിവസമാണ് ഇതിനകത്ത് ചാർജ് കാണിക്കുന്നത്. ആദ്യത്തെ ദിവസം അന്ന് ഞാൻ ആക്ച്വലി സിം കാർഡ് ഇട്ട് അധികം ഉപയോഗിച്ചില്ല, സത്യസന്ധമായി പറയുന്നു. രണ്ടാമത്തെ ദിവസം നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം ബാറ്ററിയിൽ ഡിപ്പ് ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസവും ഡിപ്പായി. അപ്പോൾ എന്ത് തന്നെയാലും ആദ്യത്തെ ദിവസം ഞാൻ അധികം ഉപയോഗിക്കാഞ്ഞിട്ട് പോലും മൊത്തത്തിൽ 1, 2, 3 ദിവസം ബാറ്ററി ലൈഫ് ലഭിച്ചു. ഓക്കെ, നിങ്ങൾ സിം കാർഡ് ഇട്ട് ഉപയോഗിക്കുമല്ലോ എന്തായാലും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ ഒരു പകുതി കൂട്ട് 1.5 ദിവസത്തെ ബാറ്ററി ലൈഫ് എങ്ങനെ പോയാലും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു സൂചന കാണിക്കുന്നത്. അതായത് ഞാൻ ഈ ഒരു ടൈമിൽ അധികം ഗെയിമൊന്നും കളിച്ചില്ല. നോർമൽ ഇൻസ്റ്റഗ്രാം നോക്കും, വാട്സപ്പ് നോക്കും, യൂട്യൂബ് നോക്കും, കോൾ ചെയ്യും. കൂടുതൽ സമയത്തും വൈഫൈയും അതുപോലെ മൊബൈൽ ഡേറ്റയും കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു രീതിയിൽ. അതുപോലെ ഫോൺ കാറിൽ സഞ്ചരിക്കുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ഫുൾ ടൈം കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു രീതിയിലുള്ളൊരു കണ്ടില്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ബാറ്ററി കൺസ്യൂം ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു സ്ക്രീൻ ഓൺ ടൈം ലഭിക്കുന്നത് എന്തായാലും നല്ലൊരു സൂചനയാണ്. എൻ്റെ ഒരു ധാരണയിൽ ഇൻഫിനിക്സ് ഫോണിനകത്ത് നമുക്കറിയാം കുറച്ച് ബ്ലോട്ട് വേസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള ഒരു ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിച്ചു എന്നുള്ളത് സത്യമാണ്. അതുപോലെ ഇതിന്റെ സോഫ്റ്റ്വെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ബ്ലോട്ട് വേസുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത്തരം ബ്ലോട്ട് വേസുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, അവ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങുന്ന ഒരു തരത്തിൽ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും ആപ്ലിക്കേഷൻ കാണാനുള്ള കാരണം ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഇതിനകത്ത് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഡിസൈൻ, വാല്യൂ ഫോർ മണി എന്ന തരത്തിലുള്ള ഒരു പ്രൈസിങ്, അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ, ആവറേജ് ക്യാമറ, മികച്ച ബാറ്ററി ലൈഫ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റ് ആണ്. കുറവുകളെ പറ്റി പറയുകയാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്കില്ല, മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല, അതുപോലെ കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട് തുടങ്ങിയവ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കുറ്റമായിട്ട് പറയാം. എന്ത് തന്നെയായാലും ഇൻട്രൊഡക്ടറി പ്രൈസിൽ 14,999 ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. ആക്ച്വൽ പ്രൈസ് 15,999 ആണ്. 15,999 കൊടുത്താലും ഈ ഒരു ഫോൺ നഷ്ടമാകില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ചെയ്യാം വീഡിയോയുടെ താഴെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.